നമസ്കാരം. നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന വ്യവസായിയായിട്ടുള്ള സ്വർണ്ണ കച്ചവടക്കാരനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകുന്നത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുഖാന്തരമാണ് ബോബി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ബോബിക്ക് ജാമ്യം നൽകരുതെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. ഇനി അതിന് ശ്രമിക്കുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. പരാതിക്കാരിയെ പിന്നാലെ നടന്ന് അപമാനിക്കുകയായിരുന്നുവെന്നും പൊതുപരിപാടിക്കിടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നും പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്യും. എന്നാൽ അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉള്ളതെന്നും പോലീസ് ചോദ്യം ചെയ്യൽ അവസാനിച്ചതുകൊണ്ട് ജാമ്യം നൽകണമെന്നുമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ആവശ്യം. നടിയോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതുമല്ല. മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ള വാദങ്ങളൊക്കെയാണ് വെള്ളിയാഴ്ച ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളത് എന്ന് ചോദിച്ച ശേഷമാണ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇതിനിടെ പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. സമാന കുറ്റവും പരാമർശങ്ങളും ഇനി ആവർത്തിക്കില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്നാണ് കോടതിയെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ ശേഷമാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നതും. അതേസമയം തന്നെ ജയിലിൽ കഴിഞ്ഞിട്ട് പോയ ഈ 4 ദിവസവും ജയിൽ ജീവിതത്തോട് ബോബി ചെമ്മണ്ണൂർ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ജയിൽ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജയിലിലെ ചോറും ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ തന്നെയാണ് ഭക്ഷണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടണും ചോറുമാണ് ജയിൽ മെനുവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മട്ടൻ കറിയും കഴിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വയും ബുധനുമാണെങ്കിൽ മീൻ കറിയും കിട്ടും. ഇന്ന് അതുകൊണ്ട് തന്നെ മീൻ കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് ബോബി ചെമ്മണ്ണൂരിനുള്ളത്. മരുന്നുകളെല്ലാം കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂർ കഴിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും പരിഭവം പറയാതെ തന്നെയാണ് ജയിൽ ജീവിതം ഉള്ളത്. മുന്തയും പാത്രവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ പായയും പുതപ്പും നൽകിയിട്ടുണ്ട്. ഇത്രയും സാമഗ്രികൾ കൊണ്ടാണ് ബോച്ചയുടെ ജയിൽ ജീവിതം. തന്നോട് സംസാരിക്കാൻ എത്തുന്നവരോടൊക്കെ സൗഹൃദത്തോടെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇടപെടുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനൊപ്പം പ്രത്യേക നിരീക്ഷണ സുരക്ഷയും ബോബിക്കായി ഏർപ്പാടാക്കി. മറ്റ് തടവുകാരുടെ ശല്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് അത്ര ഇത്. RP 8683 എന്ന നമ്പറാണ് ജയിലിൽ ബോച്ചയ്ക്ക് നൽകിയിട്ടുള്ളത്. റിമാൻഡ് തടവുകാരനായതുകൊണ്ട് ബോച്ചയ്ക്ക് പണികളൊന്നും നൽകിയിട്ടുമില്ല. ബോബിയെ ജയിൽ ഡോക്ടർ അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നതാണ്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. തന്റെ കാലിന് പരിക്കുണ്ടെന്ന് ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള 5 പേർ കഴിഞ്ഞ് 6ാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 7:10 ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിക്കുന്നത്. ഇന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. എന്ത് തന്നെയായാലും ഹണി റോസിനായിട്ടുള്ള അധിക്ഷേപ പരാമർശം, ഇതിപ്പോ ഹണി റോസിനോട് മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപ പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്. അത് ചെറിയൊരു കുട്ടിയോട് പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അബോർഷൻ വരെ 6 തവണ അബോർഷൻ വരെ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവരും തന്നെ നമ്മളോട് ഇന്ന രീതിയിൽ പെരുമാറണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരിക്കെ തന്നെ നമ്മളുടെ ഇടപെടലുകൾ ഏതു തരത്തിലുള്ള ആളുകളോടാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് കൂടി അത്യാവശ്യമാണ്. ഇപ്പോൾ ഹണി റോസിനോട് മാത്രമല്ല ആരോടായാലും ഒരു അശ്ലീല പരാമർശം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉൽപാദന കേന്ദ്രമാണ്. അശ്ലീലത്തിൻ്റെയും അശ്ലീല പരാമർശങ്ങളുടെയും ദ്വയാർത്ഥ പരാമർശങ്ങളുടെയും ഒക്കെ ഒരു ഉൽപാദന കേന്ദ്രമാണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുവേണം നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും അവരുമൊത്ത് ഇടപഴകാൻ വേണ്ടിയിട്ട്. ഹണി റോസിന് പരാതി കൊടുക്കാൻ ഇത്രയും സമയം എടുത്തതിനു ശേഷവും, അതായത് അതിനുള്ളിൽ പോലും പലതവണയായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനോഗ്രേഷൻ ഒക്കെ ഹണി റോസ് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഹണി റോസ് പറഞ്ഞിരിക്കുന്നതിന് മുഴുവനുമായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. കാരണം
ഒന്നില്ലെങ്കിൽ അവർ ആ സമയത്ത് ആ പരിപാടിയിൽ വെച്ച് അവർക്കത് പറയാൻ കഴിയില്ല. ശരിയാണ്, ഹണി റോസ് പറഞ്ഞതുപോലെ തന്നെ ആ പരിപാടിയിൽ വെച്ച് പറയാൻ കഴിയില്ല. കാരണം ആ ചടങ്ങ് കുളമാകും, അതുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ തിരിച്ചെത്തിയതിനു ശേഷവും ഇനി ഈ ഒരു വ്യക്തിയുടെ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും ഈ അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. അവർ ഇഷ്ടപ്പെടുന്നത് ധരിക്കട്ടെ. പക്ഷെ അവർ ഇഷ്ടപ്പെടുന്നത് ധരിക്കുമ്പോൾ നമുക്ക് എത്ര പേരുടെ ഇപ്പോൾ ബോച്ചയുടെ പായടയ്ക്കാൻ കഴിയുമോ? ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അഡ്വക്കേറ്റ് രാമൻ പിള്ള പ്രകാരം മുഖാന്തരം പറഞ്ഞിരിക്കുന്ന കാര്യം ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി അടിമുടി ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ അശ്ലീല വാക്യങ്ങളുടെ ഒരു എന്താ പറയുക ഫാക്ടറിയാണ്. അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഇനി പുറത്തിറങ്ങിയിട്ട് ഇത് കഴിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി തോന്നുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ജയിൽ ജീവിതത്തെ കൂടി അദ്ദേഹം തൻ്റെ വരുമാന മാർഗം ഉയർത്താൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതായിരിക്കും ഈ 4 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ഒരു കാര്യം നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സാധനം 916 ആണ്, അത് ഒന്ന് തൊട്ട് നോക്കിയിട്ട് പോകൂ എന്നൊക്കെ ദ്വയാർത്ഥ പ്രയോഗത്തോടെ തന്നെയാണ് ആ മറ്റൊരു നടിയോടുകൂടി പറഞ്ഞിട്ടുള്ളത്. ഈ നടിമാർ ഒക്കെയും നമ്മുടെ ഉപജീവന മാർഗമാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അവരോട് ഏത് രീതിയിൽ ഇടപഴകണം, അവരെ ഏതൊരു അകലത്തിൽ നിർത്തണം എന്നുള്ളതൊക്കെയും നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ലോകത്തിലുള്ള സകല മനുഷ്യരെയും നന്നാക്കിയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് വേഷവിധാനങ്ങൾ നടത്താനും സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതുവേദി നമുക്കല്ല മറ്റൊരാൾ വഴി പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് മുൻപിൽ വരുമ്പോഴും നമ്മളൊരു എന്താ പറയാ ഒരു ഡിസ്റ്റൻസ് വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയല്ലേ വേണ്ടതും, അത്തരത്തിൽ തന്നെയല്ലേ ചെയ്യേണ്ടിയിരുന്നതും. ഇതിപ്പോൾ ഹണി റോസ് പരാതി കൊടുത്തതും ഒക്കെ നല്ലതാണ്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹണി റോസ് പരാതി കൊടുത്തത് കൊണ്ട് ഒരു ഒതുക്കം കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിക്ക് വന്നേക്കാം. പക്ഷേ അദ്ദേഹം മൂലം ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അതിനെയൊന്നും ഇപ്പോൾ എല്ലാവരും ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ കണ്ടുകൊണ്ടാണ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, അയാൾ ചെയ്യുന്ന മോശം പ്രവൃത്തിയെ മൂടിവെക്കാൻ വേണ്ടിയിട്ട് കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അയാൾ നല്ലതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ധാർമ്മികത എന്ന് പറയുന്നത്? ഈ ധാർമ്മികത അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കൂട്ടം ആളുകളെ ഇദ്ദേഹത്തിന്റെ ഫാൻസ് ടീമുകളായിരിക്കും, ഇദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള അംഗങ്ങളായിരിക്കാം, ഇദ്ദേഹത്തിന്റെ PR ടീമുകളായിരിക്കാം, ഒരു കൂട്ടം ആളുകളെ അഴിച്ചു വിട്ടിട്ടുണ്ട്. നിറയെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ആകെയും ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് വന്നിരിക്കുന്നത്. ഹണി റോസിനെ കണക്കറ്റ് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിമർശനം ഏറ്റുവാങ്ങേണ്ടതാണെങ്കിൽ ഏറ്റുവാങ്ങട്ടെ. പക്ഷേ അവരെ അവിടെ മാറ്റി നിർത്തുമ്പോഴും ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ അനുകൂലിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇത്തരത്തിൽ പെരുമാറുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് വരെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതുപോലൊരു അനുഭവം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ അനുകൂലിക്കാൻ നിൽക്കുമോ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ? ഇല്ല. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ശരിയാണ്, അദ്ദേഹം ഇവിടെ വരുമ്പോഴും പറഞ്ഞിട്ടുള്ളത് കുർബാന ചൊല്ലിക്കാനല്ല ഹണി റോസിനെ ആ ഇനോഗ്രേഷന് വിളിച്ചത് എന്നുള്ളതാണ്. ശരിയായിരിക്കാം. ഹണി റോസിൻ്റെതായ അവരുടെ വരുമാന മാർഗമാണ് ഈ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു കാലത്തൊന്നും അവർക്ക് സിനിമയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ അഭിനയിച്ചിട്ടുള്ള സിനിമയെ കുറിച്ചുള്ള സംസാരങ്ങളുമില്ല. ആ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് വരെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ശരീരഘടനയായിരിക്കാം. പക്ഷേ പറയുമ്പോൾ രണ്ട് ഭാഗവും പറയണമല്ലോ. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം മഹാനാണ്, മറിച്ച് ഹണി റോസ് വളരെ മോശമായ ഒരു സ്ത്രീയാണ്, അത്തരത്തിലല്ല. ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുമ്പോൾ ഇരുഭാഗത്തെയും തെറ്റുകൾ നമ്മൾ പറയണം. അല്ലാതെ ഒരു ഭാഗത്തെ ന്യായീകരിച്ച് മാത്രം പറയുന്നത് കൊണ്ട് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് തോന്നുന്നില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് അടിമുടി ഒരു വ്യവസായിയാണ്.
എന്നും വിവാദങ്ങൾക്കൊപ്പം മാത്രം സഞ്ചരിച്ചിട്ടുള്ള, മാത്രമല്ല ആ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധാകേന്ദ്രമാവുകയും ആ ശ്രദ്ധാകേന്ദ്രമാവുന്നത് വഴി തൻ്റെ ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുതെന്നാണ്. ഇത് 1 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ പരസ്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പരസ്യം കൊടുക്കുന്ന വ്യക്തി അയാളുടെ പുറകിലേക്ക് അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിരവധി പേരാണ് ഇപ്പോൾ ഹണി റോസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലും പല തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പോലും പങ്കുവെച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹണി റോസിന്റെ ഭാഗം നമ്മൾ വിമർശിക്കേണ്ടതാണെങ്കിൽ കൂടിയും ഹണി റോസ് ചെയ്ത ആ ഒരു പ്രവൃത്തി മൂലം ഒരുപാട് പേർക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ട് തുറന്നു പറയാൻ. ഹണി റോസ് പറഞ്ഞ ഒരു കാര്യത്തിൽ അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, എല്ലായ്പ്പോഴും ഇത്തരത്തിൽ പരാതി കൊടുക്കുന്ന ഒരാളുടെ പേര്, അവരുടെ വിവരങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ഹണി റോസ് ചെയ്തിരിക്കുന്നത് ഹണി റോസിന്റെ പേര് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ധൈര്യമായിരിക്കാം. 2, ഈ ഒരു കാര്യത്തിലൂടെ അവർ കത്തിക്കയറാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്തു തന്നെയായാലും അവർ അത് ചെയ്തത് കൊണ്ട് മാത്രം കുറേ സ്ത്രീകൾ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂറിന് ഈ ഒരു കുറച്ച് ദിവസത്തെ ശിക്ഷ തന്നെ ഇത്തരം ഒരു കാര്യത്തിൽ ധാരാളമാണ്. മറ്റുള്ള ഒരുപാട് ബലാത്സംഗ കേസുകളിലെ പ്രതികൾ പുറത്ത് വിലസുമ്പോഴാണ്. എന്തിന്? നമുക്കറിയാം, സർക്കാർ വാളയാർ കേസിലെ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഇത്രയും ത്വര കാണിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടികൾക്ക് പണ്ടേ നീതി ലഭിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയൊന്നും ചെയ്തില്ല. ഇതിപ്പോൾ 2 വശത്തും നിൽക്കുന്നത് പ്രമുഖരായിട്ടുള്ള പണമുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേറ്റിറക്കങ്ങൾ ഈ ഒരു കേസിൽ കാണിക്കുന്നത് പോലും. അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് വിലസുന്നവരെ പോലും ഈ നാട്ടിൽ സുഖമായിട്ട് നടക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂറിനെ ഇത്തരത്തിൽ വളഞ്ഞിട്ട് പിടികൂടേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇതൊക്കെ ഒരു പ്രഹസനമാണ്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഹസനമാണ്. ഇപ്പുറത്ത് നിൽക്കുന്നതും ഇതേപോലെ തന്നെ പവറും ഒക്കെയുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഈ നടപടിയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്തു തന്നെ ആയാലും ഇന്ന് നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. നന്ദി.